മഴ പെയ്യുന്നേ. ഇവനെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അങ്ങനെ ഇവനാൾ ശരിയല്ലേ. നമ്മളേതാണ്ട് ഓസിന് വന്ന് ബോട്ടിൽ കയറുന്നതല്ല അവന്റെ പെരുമാറ്റം. ഇനി എന്നോട് വളം ഉണ്ടാക്കിയാൽ ഞാൻ അവനെ തെറി വിളിക്കാം. ഇവിടെ മൊത്തം കഞ്ചാവ് ബ്രോ. ചുരുട്ടി സെറ്റാക്കി വെച്ചേക്കോ. അതെനിക്ക് ഈ ബോട്ട് എങ്ങനെ എടുത്തോണ്ട് പോയി നീ വല്ല സുനാമിയും വരുമോ? സുനാമി വല്ലതും വരുമോ? ഗുഡ് മോർണിംഗ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇന്ന് നമ്മൾ ഫുൾ ബീച്ച് ഡേ ആണ്. നമ്മൾ ടവല് വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ വാങ്ങണ്ട, ഹോട്ടലിൽ നിന്ന് തന്നെ തരും, റിസപ്ഷനിൽ നിന്ന്. ഇന്ന് നമുക്ക് റെയിൽവേ ബീച്ച് പോകണം. ഇന്നലെ റെയിൽവേ ബീച്ച് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മടി പിടിച്ചിട്ട് പോയില്ലായിരുന്നു ഗൈസ്. സോ ഇന്ന് റെയിൽവേ ബീച്ച് പോകണം, അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ മിസ്റ്റർ ടോണി ചായൻ സിംഗപ്പൂർ. എവിടെ എവിടെ ഭയങ്കര എക്സൈറ്റ്മെന്റ്. അഭിനയമാണോ? മാരത്തോണല്ലായിരുന്നു സിംഗപ്പൂർ, കൊലാലംപൂർ, 1.5 മണിക്കൂർ ലേ ഓവറല്ലേ ഉണ്ടായിരുന്നുള്ളൂ. കിട്ടിയല്ലോ അല്ലേ? ലേ ഓവർ 1.5 മണിക്കൂറൊന്നും ഇല്ലായിരുന്നു, അരമണിക്കൂർ. പിന്നെ അവിടുന്ന് അടുത്ത ബിൽഡിങ്ങിൽ വേറെ മരണ ഓട്ടമായിരുന്നു. അപ്പൊ ഞാനിവിടെ ക്രാബിൽ തായ്ലൻഡിൽ വന്ന് ഞാനിവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന കണ്ടിട്ട് എൻ്റെ സുഹൃത്തിന് ഭയങ്കര അസൂയ മൂത്തിട്ട് വിഷമം കൊണ്ട് ചാടിക്കയറി വന്നതാണ് ഇങ്ങോട്ടേക്ക്. അയ്യോ ഒന്നും പറയണ്ട. പിന്നെ സിംഗപ്പൂരിൻ്റെ ഇവിടെ അടുത്താണല്ലോ അല്ലേ, വലിയ കുഴപ്പമൊന്നുമില്ല. ശരിക്കും ഇവിടെ നിന്ന് കോലാലംപൂരിലേക്ക് 2500-3000 ഒക്കെ ഉള്ളൂ ഫ്ലൈറ്റ്. കോലാലംപൂരാണ് ഭയങ്കര ചീപ്പ്. ഈവൻ ബാങ്കോക്ക് ആണെങ്കിൽ പോലും ഫ്ലൈറ്റിൽ കയറി പോകണമെങ്കിൽ ചെറിയ പൈസ ആവുള്ളൂ. അപ്പോൾ നമ്മളിന്ന് റാലെ ബീച്ച് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷേ ഇറങ്ങിയപ്പോഴത്തേക്കിനും നല്ല മഴ ചെറുതായിട്ട് ഇങ്ങനെ പെയ്തു തുടങ്ങി. കാരണം ഇതിപ്പം ഇവിടെ ശരിക്കും മൺസൂൺ സീസണാണ് ബേസിക്കലി. ഇപ്പോൾ ഇവിടെ മൺസൂൺ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യും. പക്ഷേ നമ്മുടെ നാട്ടിലെ പോലെ ഹെവി ആയിട്ട് ഇങ്ങനെ ഫുൾ ടൈം മഴ പെയ്ത് നിൽക്കത്തില്ല എന്നുള്ള ഒരു സംഭവമുണ്ട്. ഫുഡ് കഴിക്കണ്ടേ? വിശക്ക് ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ ഞാൻ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞ് രാവിലെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തില്ലേ, സമയം എത്ര മണിയാണെന്നറിയോ? ഉച്ചയ്ക്ക് 3 മണി. വാ ഫുഡ് കഴിക്കാം. ബെസ്റ്റ് ഇന്ത്യൻ ഫുഡൊന്നും മിണ്ടരുത്. അങ്ങനെയല്ല, നമ്മൾ തായ്ലൻഡിൽ വരുമ്പോഴത്തേക്കിന് എനിക്ക് തായ് ഫുഡ് ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് പിന്നെ നമുക്ക് തായ് ഫുഡ് കഴിക്കണമല്ലോ. അന്നേരം റോഡിൽ കൂടെ നമ്മൾ പോകുമ്പോഴാണല്ലോ ആൾക്കാരൊക്കെ എന്താ ഹിന്ദിയിൽ സംസാരിക്കും. ഖാന ഖായിയേ ആയിയേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിക്കും. അതുപോലെ ഇന്ത്യക്കാരാ തട്ടിമുട്ടി നടക്കാൻ വയ്യ ഇന്ത്യക്കാരെ, പ്രത്യേകിച്ച് റെസ്റ്റോറൻറ്റും മറ്റുമൊക്കെയായിട്ട്. ഹായ്, ടേബിൾ ഫോർ 2. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം ഓർഡർ ചെയ്തു. ഇവിടെ പുറത്ത് പെരുമഴ തുടങ്ങി ഗൈസ്. ഇതിന് എത്ര നേരം നീണ്ടു നിൽക്കുമെന്ന് അറിയത്തില്ല. മഴ അധികം നേരം നിൽക്കൂല എന്ന് പറഞ്ഞതേ ഉള്ളൂ, കാര്യമായിട്ട് തന്നെ പെയ്യാണെന്ന് തോന്നുന്നു. ബീച്ച് പോക്ക് ഇന്നും മിക്കവാറും കുളമാവും. ഞാൻ വല്ലാത്തൊരു സൺസ്ക്രീനൊക്കെ തേച്ച് ഇറങ്ങിയതാണ് ബ്രോ. മുഖത്ത് കണ്ടില്ല, എനിക്ക് സൺസ്ക്രീനൊക്കെ തേച്ച് ഭയങ്കര സെറ്റപ്പായിട്ട് ഇറങ്ങിയതാണ്. ചളി. അപ്പോൾ തായ്ലൻഡിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ പേര്? ചാങ് അല്ലേ? യെസ്, ചങ്കിൻ്റെ ഓടൊപ്പം ചാങ്. ഒരു ബിയർ പറഞ്ഞപ്പോഴത്തേക്കിനേ അത് കൊണ്ട് തന്നിരിക്കുന്നുണ്ടല്ലോ എങ്ങനെയാണെന്നുള്ളത്. കുപ്പിയുടെ തണുപ്പ് കയ്യിൽ പോലും കൊണ്ടാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മുടെ കൈയുടെ തണുപ്പ് എന്തായാലും പറയുന്നത് കൈയുടെ ചൂട് കൊണ്ട് കുപ്പിയുടെ തണുപ്പ് പോകാൻ പാടില്ല. അതിന് വേണ്ടിയായിരിക്കും ഇങ്ങനൊരു സാധനമൊക്കെ ഇട്ട് പ്രൊട്ടക്ഷനൊക്കെ ഇട്ടിട്ടാണ് കൊണ്ട് തന്നേക്കുന്നത്. കുപ്പി താഴെ ഇവിടെ പൊട്ടാതിരിക്കാൻ വേണ്ടിയായിരിക്കും. നമ്മൾ കയറിയ കട സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൈൻ ഡൈനിങ് പോലെ ഇച്ചിരി കത്തിയായിപ്പോയി. കത്തിയാണ്, റേറ്റും കത്തിയാണ്. ഇതിൻ്റെ പകുതി പൈസയ്ക്ക് നമുക്ക് അവിടെ പുറത്ത് നല്ല അടിപൊളി സെറ്റപ്പിൽ വേറെ ഫുഡ് കിട്ടും. നമുക്ക് കുഴപ്പമില്ല. നമുക്ക് ചോറ് ഇങ്ങനെ കിട്ടേണ്ട ആവശ്യമില്ല. ഇതല്ലേ ഇതെന്തിനാ ചോറൊക്കെ ഇങ്ങനെ എടുത്തത് എനിക്കറിയത്തില്ല. അയ്യോ, അവർ നമ്മളെ കണ്ട് തെറ്റിദ്ധരിച്ചു. ഒരു ഫ്രൈഡ് റൈസ് അല്ല, ഇതെനിക്ക് നോർമലായിട്ടാണ് നിൽക്കുന്നത്. ശരി. പിന്നെ ഇത് നമ്മുടെ മിൻസ്ഡ് ചിക്കൻ, പിന്നെ തോമിയം സൂപ്പ്. ഇതിനകത്ത് ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പറമ്പിൽ കിട്ടുന്ന എല്ലാ പച്ചക്കറികളും ഇതിനകത്ത് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ നമുക്ക് ഒരു ലോഡ് സാധനങ്ങൾ ഇട്ടിട്ടാണ് തോമിയം സൂപ്പ്. പക്ഷേ ഇതിൻ്റെ ഒരു മണമുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംഭവം. ഇതേ ഫോറിനേഴ്സിന് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഫുഡാണ്. അതാണ് സാധാരണ ടോമിയം സൂപ്പിന് കുറച്ചും കൂടി എരിവുണ്ടാവും. നമ്മൾ ഫോറിനേഴ്സ് അല്ലേ? ശരിയാണല്ലോ, നമ്മൾ ഫോറിനേഴ്സ് ആണല്ലോ. ഐ മീൻ ഈ യൂറോപ്യൻസിന് അവർക്കാണല്ലോ എരിവ് പറ്റാത്തത്. അപ്പം മഴയെല്ലാം കഴിഞ്ഞ് വെള്ളമൊക്കെ വീണ് കിടക്കുകയാണ് മൊത്തത്തിൽ എല്ലായിടത്തും. നമുക്ക് സമയം ഇപ്പം 3:30 നമുക്കിവിടെ നിന്ന് ലോങ് ടൈൽ ബോട്ട് എടുത്തിട്ട് നമുക്ക് മറ്റേ റാലെ ഐലൻഡിലേക്ക് പോകാനുള്ള പരിപാടി നോക്കണം. നല്ല ഭംഗിയുണ്ട്. ഞാൻ ഇത്തവണ ഡ്രോൺ എടുത്തിട്ടില്ല, ഡ്രോൺ എടുക്കാൻ മറന്നുപോയി ഗൈസ്. ഇല്ലായിരുന്നെങ്കിൽ നല്ല ഭംഗിയോടെ കാണിച്ചു തരായിരുന്നു. നമ്മളങ്ങനെ അവിടെ റാലെ ബീച്ച് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത്, ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഇവർ നമ്മളെ ഈ ബോട്ടിൽ കൊണ്ടുപോകും. അങ്ങനെയാണെന്ന് തോന്നുന്നു പരിപാടി. സോ എങ്ങനെയാണ് പരിപാടി നോക്കട്ടെ. റാലെ ബീച്ച് പ്രൈവറ്റ് ബോട്ട്. ഓക്കെ ഫൈൻ. അത് പ്രൈവറ്റ് ബോട്ടിൻ്റെ ആൾക്കാരാണ്.
മിക്കവാറും നമ്മളിവിടെ പോസ്റ്റ് ആവും. അല്ല നമ്മൾ ആള് പറഞ്ഞാലേ പോവുള്ളൂ. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഈ കാണുന്ന മലകൾ കണ്ടോ, ആ കാണുന്ന മലകൾക്ക് അപ്പുറത്തുള്ള ഒരു സ്ഥലമാണ്. ശരിക്കും അതിൻ്റെ അപ്പുറത്തെന്ന് പറഞ്ഞാൽ കുറേ സ്ഥലം അങ്ങോട്ട് മാറിപ്പോകണം. ശരിക്കും ഈ കാണുന്ന മലകൾക്കപ്പുറത്ത് ഒരു ഹിഡൻ ബീച്ചുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മങ്കി ട്രെയിൽ വഴി നടന്നു പോകാം. പിന്നെ അതിനപ്പുറത്തേക്ക് ഉള്ള ഒരു പ്രൈവറ്റ് ബീച്ച് പോലത്തെ ഒരു സ്ഥലമാണ് ഈ റാലൈ ബീച്ച് എന്ന് പറയുന്നത്. അവിടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ അത് ഇവിടെ നിന്നോ ഏതോ ഒരു ബോട്ടിൽ കയറി വേണം പോകാനായിട്ട്. അപ്പോൾ ബോട്ടിൽ കയറാനായിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്ത് കഴിയുമ്പോഴത്തേക്കിനും അവർ നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറയും. ഒരു ബോട്ടിൽ നിറച്ച് കൊള്ളാവുന്ന ആൾക്കാർ വരുമ്പോഴത്തേക്കിനും അവർ ഇതുപോലുള്ള വണ്ടിയിൽ നമ്മളെ കയറ്റി അവർ നമ്മളെ ബോട്ടിൽ കൊണ്ടുപോകും. അങ്ങനെയാണ് അതിൻ്റെ പരിപാടി. ഏത് വണ്ടിയാണ്? ഇതാണോ അപ്പുറത്തെയാണോ? നെക്സ്റ്റ് വൺ. ഓക്കെ, ഇതിൽ കയറാൻ പറഞ്ഞു. അടിപൊളി. അങ്ങനെ ടുക്കിൽ കയറി നമ്മൾ പോവുകയാണ് ഗൈസ്. നമ്മളെ ഇവർ ശരിക്കും എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ ബോട്ട് വേറെ ഏതോ ഒരു സ്ഥലത്തു നിന്നാണ് പോകുന്നത്. ആ ബോട്ടിൻ്റെ സ്റ്റാൻഡിലേക്ക് നമ്മളെ ഈ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും നമ്മൾ ഈ കാണുന്ന വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവാണ്. അതാണിപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ ഇവർ പല സ്ഥലത്തുനിന്ന് പല ആൾക്കാരെ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ കൂടെ ഒരു ഇന്ത്യൻ ഫാമിലി ഉണ്ട്. അവരെ പറ്റി ഒരു കഥ ഞാൻ പറയാം. മുമ്പേ സംഭവിച്ചൊരു കാര്യമാണ്. ഇത് വീണ്ടും ഇതേപോലെ തന്നെ ഒരു ബോട്ടിൻ്റെ ഒരു കൗണ്ടറാണ്. കൗണ്ടറിൽ കൂടെ നമ്മളിനി അങ്ങോട്ട് ഫർദർ മുന്നോട്ട് പോകണം. എൻ്റെ കൂടെ മുമ്പിൽ ഒരു ഇന്ത്യ എന്നുള്ളൊരു ഫാമിലി ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു പയ്യനുണ്ട്. പയ്യൻ എന്ന് പറഞ്ഞാൽ അവന് എത്ര വയസ്സുണ്ട്? ആ പയ്യന് ഒരു 15 വയസ്സ് പോലും ഇല്ല. 14 വയസ്സുള്ള പയ്യനാണ്. അപ്പോൾ ഞങ്ങളുടെ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സായിപ്പ് ഇറക്കൻ അവനൊരു 10-20 വയസ്സേ ഉള്ളൂ. അപ്പോൾ അവൻ വന്നിട്ട് ഇവൻ്റെ അടുത്ത് വന്നിട്ട് ഇവനെ തോളത്ത് തട്ടി വിളിച്ചിട്ട് ദേഷ്യത്തോടെ നീ എന്താ അവിടെ എടുത്തിട്ട് സാധനം നീ എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്താണെന്ന്. ഞാനപ്പോൾ ഇവൻ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിനും ഞാൻ പോയി നോക്കി. അപ്പോൾ ഇവൻ ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ഇവൻ്റെ 2 പ്ലാസ്റ്റിക് കുപ്പി ഉണ്ടായിരുന്നു. അത് അവൻ അവിടെ റോഡിൻ്റെ സൈഡിൽ ഇട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് എടുത്തുകൊണ്ട് പോകാനാണ് ആ സായിപ്പ് എന്ന് പറഞ്ഞത്. ആ സായിപ്പ് അവിടെ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? അതാണ് സംഭവം. അയാൾക്കത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് ഈ പയ്യൻ അത് എടുത്തുകൊണ്ട് പോയി, ആ കുപ്പി എടുത്തുകൊണ്ട് പോയിട്ട് പിന്നെ വേറെ എവിടെയോ പോയിട്ട് കൊണ്ട് കളഞ്ഞെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ എൻ്റെ കയ്യിൽ ഇരുന്ന് കുപ്പി എടുത്ത് എൻ്റെ വായനകത്തോട്ട് ഇട്ടു. എന്നോട് വന്നിട്ട് ഇനി പറഞ്ഞ് ഒന്നാമത്തെ കാര്യം പുള്ളി പറഞ്ഞ് മനസ്സിലാകാതിരുന്നത് ഞാൻ എന്നിട്ട് കോമഡി എന്താണെന്നറിയോ? ഇവൻ അവനോട് ചോദിക്കുവാണേ, നിനക്ക് ഈ സാധനം ഡസ്റ്റ്ബിൻ എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയാമോ എന്ന്. ഇംഗ്ലീഷിൽ ഇവൻ അവനോട് ചോദിക്കുന്നു. അല്ല, അത് പറഞ്ഞ കാര്യമില്ല, നമ്മളെക്കാട്ടി കണക്കാണത്. ഇവിടെ കണ്ടില്ല ഇത്. പക്ഷേ ഡസ്റ്റ്ബിൻ ആണോ അതോ ഇവിടെ എല്ലാം കച്ചറയാണോ അവിടെ എവിടെയൊക്കെ മൊത്തത്തിൽ? അവിടെ കൊണ്ടുവരാത്തവരെല്ലാവരും ഇവിടെ ആയിരിക്കും കൊണ്ടിടുന്നത് ആണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ കടലിൻ്റെ ഏതോ ഒരു മൂലയ്ക്കാണ്, ഏതോ ഒരു സൈഡാണ്. ആ സൈഡിൽ ചെളിക്കകത്തോടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേസ്. നോക്കി, ഈ ചെളിക്കകത്തോടെ നടന്ന് വേണം നമ്മൾ അവിടെ വെള്ളത്തിൽ കിടക്കുന്ന ബോട്ടിൽ പോയി കയറാൻ. അടിപൊളി. ആ ബോട്ട് ഇങ്ങോട്ട് അടുക്കുകയല്ലെന്ന് എനിക്ക് തോന്നുന്നത്. വെള്ളത്തിൽ കൂടെ നടന്ന് പോകേണ്ടി വരും. അപ്പോൾ ഈ റാലേ ബീച്ച് പോകണമെന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് വരണം. ബീച്ചിൽ പോകുമ്പോൾ ബീച്ച് കോസ്റ്റ്യൂം ആണല്ലോ. ഇവിടെ ആരും തുണിയില്ലാതെ നടക്കുന്നത്. ഞാനാണ് ഈ ഷർട്ട് നിക്കറൊക്കെ ഇട്ട് നടക്കുന്നത്. തിരിച്ചു വരുമ്പോൾ നമുക്ക് തുണിയില്ലാതെ വരാം, പ്രശ്നമില്ല. അപ്പോൾ ചെരുപ്പ് വേണം, ഷൂ ഇടരുത്. വെള്ളത്തിൽ ഇറങ്ങി പോകേണ്ടി വരും ഇതേപോലെ. പിന്നെ നിങ്ങൾക്ക് ടവല് വേണമെങ്കിൽ കൊണ്ടുപോകണം. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ സൺസ്ക്രീനോ അല്ലെങ്കിൽ എന്തൊക്കെ സംഭവങ്ങൾ നിങ്ങൾക്ക് വേണോ അതൊക്കെ കൊണ്ടുപോകണം. അവിടെ പോയിട്ട് വാങ്ങിക്കാൻ പറ്റും. കാശ് കൂടുതൽ കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും. നമ്മൾ ഏത് ബോട്ടിലാണോ അറിയില്ല. ഇത് നോക്കട്ടെ. ഇത് ചെരുപ്പ് കൂരി കൈ പിടിച്ചേക്കുന്നത്. അല്ല, ഇതിട്ട് നടക്കാൻ പറ്റിയല്ലേ? പിന്നെ ഇതിൻ്റെ ചെരുപ്പ് വാങ്ങിച്ചേ? ഇതിപ്പോൾ സവാട്ടിക്ക് അതിലേക്ക് തന്നതാണ്. സവാട്ടിക്കായി ചെളിവെള്ളമാണ് ഗൈസ്. നോക്കിക്ക്. ദൈവമേ, ഇതെല്ലാം സംഭവിക്കാൻ പോകുന്നത് എനിക്കറിയത്തില്ല. ഫുള്ള് ചെളിവെള്ളമാണ്. ജിജ്ജി വെള്ളത്തിൽ കൂടെ നടന്നു പോകുന്നത് ഞങ്ങളത്. ദൈവമേ, നനഞ്ഞു നിക്കറുന്നാണ് അവന്മാർ ബോട്ട് ഓടിച്ചിട്ടേ. ചൂടാവുന്ന എന്തിനാടാ ഇല്ലേ? അവനൊരുമാതിരി വേണേ കയറാന്നുള്ള ആവശ്യം. അവിടെ കാശ് കൊടുത്തിട്ടാണ് വരുന്നത്. അമ്മമാർക്ക് ബോട്ട് അവിടെ കൊണ്ടുപോകാൻ. ആണ്ട് അവനകത്തൊക്കെ വരുവാണല്ലോ. അവനാണോ? അവൻ നമുക്കറിയില്ല. എല്ലാ ബോട്ടും പോവായിരിക്കും. ബോട്ട് അങ്ങോട്ട് കൊണ്ടുപോയാൽ. അതെ. ഇവനെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇവനെ ആൾ ശരിയല്ല. ഇവനും എന്തോ നമ്മളേതാണ്ട് ഓസിന് വന്ന് ബോട്ടിൽ കയറുന്നതല്ല അവൻ്റെ പെരുമാറ്റം. മനസ്സിലായില്ലേ? വേണേ കയറാ എന്നുള്ള രീതിയിൽ മോശം. ഇങ്ങനെയൊന്നും പാടില്ല. മോശം. അവനെന്തിനാ അത് ഞാൻ വന്നിരിക്കുന്നത്? അവനെന്തിനാ ചൂടാവുന്നത്? ഇവിടെ ഈ പെണ്ണുങ്ങളൊക്കെ കഷ്ടപ്പെട്ടാവും കയറുന്ന ബോട്ടിലേക്ക് അല്ലേ? എന്നിട്ട് അവൻ അവിടെ നിന്ന് ചൂടാവുന്നു. പൊന്നെ, കട്ട തരയാണല്ലോ. നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും മിക്കവാറും ഇവിടെ നല്ല വെള്ളമായിരിക്കും. ഇതൊരു രക്ഷയിലാണ്. ഇത് അടിപൊളി. എന്റെ ആടി ഒലയുന്നുണ്ടോ? എന്റെ പൊന്നെ,
ഇത് അവിടെ നല്ല വെള്ളം തെറിച്ച് പോകുന്നതുണ്ടോ? എൻ്റെ ദൈവം, ഇത് രക്ഷയില്ലട്ടാ. ഇപ്പോൾ മനസ്സിലായി ഇവരെന്നാ ബോട്ട് ഒരു സ്ഥലത്തുനിന്ന് വിടുന്നതെന്ന്. കാരണം എല്ലാ സ്ഥലത്തുനിന്നും ഈ ബോട്ട് എടുക്കാൻ പറ്റത്തില്ലല്ലോ, ഒരു സ്ഥലത്തുനിന്നല്ലേ വിടാൻ പറ്റുള്ളൂ. ഇവന്മാർ പറത്തേക്ക് ഉപ്പായിരുന്നു. നോക്കിയോ, നമ്മളെ പണ്ട് കാഞ്ചനപുരി പോയില്ലേ, കാഞ്ചനപുരി പോയപ്പോഴത്തേക്കിനും നമ്മളൊരു ഫ്ലോട്ടിംഗ് റിസോർട്ടിൽ പോയി താമസിച്ചില്ലേ, അന്ന് പോയത് ഇതുപോലത്തെ ഒരു ലോങ് ടൈൽ ബോട്ടിലായിരുന്നു. അത് അവന്മാർ വലിയ എഞ്ചിനാണ് പിടിപ്പിച്ചേക്കുന്നത്, ബസ്സിൻ്റെ എഞ്ചിൻ പോലത്തെ എഞ്ചിനാണ് പിടിപ്പിച്ചേക്കുന്നത്. അത് വെച്ചിട്ട് ഇവന്മാർ പറപ്പിക്കും ഈ ബോട്ട് ആ ചെറിയ ഇതിനകത്ത് കൂടി. ഇതും അതേപോലെയൊക്കെ ആയിരിക്കും. ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആട്ടോ ഈ ബോട്ട്. അവിടെ വെള്ളം തെറിച്ച് പോകുന്നതായിട്ടില്ലേ എങ്ങനെ അടിപൊളിയാണെന്ന്. ഫ്രണ്ടിൽ ഇതിങ്ങനെ പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് മുൻഭാഗം കാണുകയല്ല, ബാക്കിൽ നമുക്ക് ഇയാളിങ്ങനെ ഓടിക്കുന്നത് കാണാൻ പറ്റും. ഈ സാധനമൊക്കെ പോകുന്ന പോക്ക് കണ്ടോ, എന്നാ പോക്കാന്ന് നോക്കി. ഇത് കണ്ടില്ലേ, ഇത് വെള്ളം കയറി തട്ടി ആയി നിൽക്കുന്ന ആ ഒരു പ്രദേശങ്ങളൊക്കെയാണ്. ഇതുപോലത്തെ കുറേ സംഭവങ്ങൾ നമുക്ക് ഫിഫി ഐലൻഡൊക്കെ പോകുമ്പോൾ കാണാൻ സാധിക്കും. ഈ ഫിഫി ഐലൻഡ്, മായാബേ എന്നൊക്കെ പറയുന്ന സ്ഥലമൊക്കെ ഇവിടെ ഫുക്കറ്റിനും ക്രാബിക്കും ഇടയ്ക്കാണ്. പക്ഷേ മായാബേ ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. ഞാൻ മായാബേയിൽ ഓവർ ടൂറിസം കാരണം അവിടുത്തെ കോറൽസൊക്കെ നശിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് അവരത് ക്ലോസ് ചെയ്ത്. എന്ത് കിടിലെ സെറ്റപ്പാന്ന് നോക്കിയതൊക്കെ. അതായത് ഇതൊക്കെ മറ്റേ ലൈം സ്റ്റോൺ പാറകളാണ് കണ്ടില്ലേ, അതിൻ്റെ താഴെയൊക്കെ നിൽക്കുന്നു, അതിൻ്റെ മേളിലൊക്കെ പച്ചപ്പ് കാണാം. എന്തൊക്കെ പരിപാടികളാണ് നോക്ക്, എന്ത് ഭംഗിയാന്ന് നോക്ക്. ഇനി ഉറപ്പാണ് നമ്മളെന്തായാലും വെള്ളത്തിൽ ഇറക്കി വിടുള്ളൂ, ഉറപ്പത്. ഇവിടെ ഒരുത്തർ ഇവിടെ പാർക്ക് ചെയ്തേക്കുന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്കിനും ആ ചെളിവെള്ളത്തിൻ്റെ കളർ മാറി, വെള്ളത്തിൻ്റെ നിറം മാറിയത് കണ്ടോ? ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കോറൽസ് ഒക്കെ ഉണ്ടാവും, അതാണ് ഈ വെള്ളത്തിനൊക്കെ ഇത്രയും മനോഹരമായിട്ടുള്ള പച്ച കളറൊക്കെ വരുന്നത്. എൻ്റെ പൊന്നെ, ഇത് രക്ഷയില്ലടോ, കീട്ടിലെ സ്ഥലം. ഇതാണ് നമ്മുടെ ബീച്ച് ഏരിയ. ഇതിങ്ങനെ ഇവിടെ മുതൽ അവിടം വരെ ഉണ്ട്. ഇവിടെയും ചെറിയ 1-2 താമസ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ പ്രൈവറ്റായിട്ട് ഒരു സെക്ലൂഡഡ് പ്ലേസിൽ താമസിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് താമസിക്കാം. പക്ഷേ ഈ പറഞ്ഞ പോലെ ബോട്ടിന് പോകേണ്ടി വരും. വൈകിട്ട് 6 മണി കഴിഞ്ഞാൽ ബോട്ടൊന്നുമില്ല. പിന്നെ 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോട്ടുകാർ പറയുന്ന പൈസയ്ക്ക് കയറി പോകേണ്ടി വരും. അങ്ങനെയാണ് എൻ്റെ പരിപാടി. ഇത് കൊള്ളാണോ, നല്ല ബാക്കിയുണ്ടോ? ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ മിസ്സായനെ. അല്ല, അവനവിടെ ചുമ്മാ നടന്ന് വെള്ളം ഉണ്ടാക്കാം. അവൻ ഇനി എന്നോട് വെള്ളം ഉണ്ടാക്കിയാൽ അവനെ തെറി വിളിക്കാം. എന്നോടല്ല, അവനവിടെ ബോട്ടുകാരോട്. ഇവൻ ബഹളം ഉണ്ടാക്കുകയാണോ സംസാരിക്കുകയാണോ മനസ്സിലാവുന്നില്ല ബ്രോ, അതാ പ്രശ്നം. മനസ്സിലായില്ലേ? ഇപ്പം വെറുതെ സംസാരിക്കുവാണോ, ബഹളം ഉണ്ടാക്കുവാണോ, ചൂടാകുവാണോ? അപ്പുറത്തെ ബോട്ടുകാരോട് ഹലോ പറഞ്ഞതാ. ഞാൻ വിചാരിച്ചു ഞാനിങ്ങനെ സംസാരിക്കുന്നത് തെറി വിളിച്ചാണെന്ന് ഞാൻ വിചാരിച്ച്. ഇവിടെ നമുക്ക് എന്താ കാണാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ആണ് നല്ല ബീച്ച്. പിന്നെ അവിടെ വേണമെങ്കിൽ 2 അടിക്കണമെങ്കിൽ അവിടെ ഇരുന്ന് അടിക്കാം, ഫുഡ് കഴിക്കാം, അതിനുള്ള സൗകര്യമുണ്ട്. പിന്നെ ബീച്ചിൽ ഇറങ്ങാൻ ഇങ്ങനെ കുറച്ചുകൂടെ പ്രൈവറ്റാണ്. അതാണ് ഇവിടുത്തെ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ബോട്ടാണ്, ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ എഞ്ചിൻ കണ്ടോ, ഇതിൻ്റെ എഞ്ചിൻ നോക്കി. ഇതിൻ്റെ എഞ്ചിനും അതിൻ്റെ ആ കോലിൻ്റെ ഒക്കെ നീളം നോക്കി. യമണ്ടൻ എഞ്ചിനായിരിക്കും, എല്ലാത്തിൻ്റെയും എഞ്ചിൻ കണ്ടില്ലേ, നല്ല യമണ്ടൻ എഞ്ചിനാണ്. അപ്പോൾ മറ്റേ കോണി വെച്ച് തന്നിട്ടുണ്ട്. കോണിയിൽ ചവിട്ടി താഴോട്ട് അങ്ങ് ഇറങ്ങിയാൽ ഇതിന് വലിയ ആഴമൊന്നുമില്ല. ഇറ്റ്സ് ജസ്റ്റ് സിമ്പിൾ, ഇറ്റ്സ് വെരി ഈസി. ഇവിടെ വലിയ ആഴമൊന്നുമില്ല, കാണുമ്പോൾ വലിയ ആഴമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിലും ഇറ്റ്സ് നോട്ട്. അങ്ങനെ നമ്മൾ റെയിലേ ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. റെയിൽവേ അല്ല ഗൈസ്, റെയിലേ എന്നാണ് ഈ ബീച്ചിൻ്റെ പേര്. നിങ്ങൾ ക്രാബി വരികയാണെന്നുണ്ടെങ്കിൽ റെയിലേ ബീച്ചിൽ വരണം, അത് അടിപൊളിയാണ്. പിന്നെ ഐലൻഡ് ഹോപ്പിങ്ങിനൊക്കെ പോകുമ്പം പല ഐലൻഡുകളിലും ബീച്ചുകളിലൊക്കെ പോകുന്നുണ്ടെങ്കിലും ദിസ് ബീച്ച് ഈസ് നൈസ്. ഇവിടെ റെയിൽവേ ബീച്ചിൽ ഒരു സാൻഡ് സീ റിസോർട്ട് എന്ന് പറഞ്ഞൊരു റിസോർട്ടുണ്ട്. അപ്പോൾ ഇവിടെ റെസ്റ്റോറൻറ്റും ബാറും പിന്നെ ഈ പറഞ്ഞ പോലെ അത് സ്വിമ്മിംഗ് പൂളാണെന്ന് തോന്നുന്നു ആ കാണുന്നത്. ആ സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ യൂസ് ചെയ്യാം, പിന്നെ സൺബാത്ത് ചെയ്യാം, പിന്നെ കടലിൽ വന്ന് കുളിക്കാം. അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കഷ്ടമുണ്ട്, ഞാൻ ആലോചിക്കായിരുന്നേ, അവർക്ക് ആ ഫാമിലിക്ക് അവർക്ക് വെള്ളത്തിലിറങ്ങാൻ ഭയങ്കര മടി. ആ ബോട്ടുകാരനെ തെറി വിളിക്കുക. കാരണം ആ ബോട്ടുകാരനെ അത്രയും അടുപ്പിക്കാനല്ലേ പറ്റുള്ളൂ, അതിന് ഇങ്ങോട്ട് അടുപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം ആ ബോട്ട് അടിയിൽ തട്ടുമല്ലോ. അവർക്ക് ഈ ബീച്ചിൽ വരുമ്പോഴത്തേക്കിനും ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണോ വരുന്നത്? അല്ലല്ലോ. ബീച്ചിലൊക്കെ വരുമ്പോഴത്തേക്കിനും വെള്ളത്തിലിറങ്ങണം, നനയണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണ്ടേ വരാനായിട്ട്. എനിക്കറിയത്തില്ല എന്താ നമ്മുടെ ആളുകളൊക്കെ ഇങ്ങനെയാണ്. ഇവിടെ ഓരോ സ്ഥലത്ത് നമ്മുടെ ആൾക്കാർ കാണിച്ചു കൂട്ടുന്ന ഓരോ പരിപാടികൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാണുമ്പോൾ വിഷമം തോന്നും. നമുക്കതൊന്നും വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റുമെന്നില്ല, പക്ഷേ ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷേ എന്നാലും പറയണമല്ലോ. നമ്മളെ കണ്ടാലൊക്കെ ഇന്ത്യക്കാരാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ രാത്രിയിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോഴത്തേക്കും നമ്മളെ മാത്രം തെരഞ്ഞു പിടിച്ചിട്ട് ആൾക്കാർ വന്നിട്ട് ബുംബും വേണോ, അത് വേണോ, ഇത് വേണോ എന്നൊക്കെ ചോദിക്കും. ഇത് നമ്മുടെ ആൾക്കാർ
പിന്നെ പറഞ്ഞ പോലെ ഏതെങ്കിലുമൊക്കെ ഇന്നലെ ഞാൻ കാണിച്ചില്ല, ഇന്നലത്തെ വീഡിയോ ഒക്കെ കാണിച്ചില്ലേ, കുറച്ച് നൈറ്റ് ലൈഫൊക്കെ ഉള്ള സ്ഥലം, അവിടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അയ്യോ കുറേ ആൾക്കാർ പ്രത്യേകിച്ച് പറയുന്നില്ല, പിന്നെ മണപ്പിച്ച് ഒലിപ്പിച്ച് ഇങ്ങനെ നടക്കുന്നത് കാണാമെന്നേ പബ്ലിക്കായിട്ട്. വേറെ ആരും അങ്ങനെ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. അതും ഒരു മയത്തിനൊന്നും അല്ല കേട്ടോ, വേറെ ഏതൊക്കെയോ രീതിയിലൊരു സത്യം പറഞ്ഞാൽ തൊലി ഉരിഞ്ഞു പോകും ചില സമയത്ത് നമ്മുടെ ആൾക്കാർ കാണിച്ചു കൂട്ടുന്ന പരിപാടികൾ. പല സ്ഥലത്തൊന്നും അടിയിരുന്ന് വാങ്ങാറുണ്ട്. ഞാൻ ഇന്നലെ ഞാൻ കണ്ടായിരുന്നു രണ്ട് ഇന്ത്യക്കാരെ പിടിച്ചിട്ട് എന്താ പറയുക ഇവിടുത്തെ ലോക്കൽസ് കയറി ചാമ്പുന്നത്. പക്ഷെ അമ്മാരങ്ങനെ ഡയറക്റ്റ് തല്ലുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, പക്ഷേ ഇന്നലെ അവിടെ ചാമ്പുന്ന കണ്ടു. ഇത് നമ്മളെയൊക്കെ പേര് കളയുന്നൊരു പരിപാടിയാണ്. അത് നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടതല്ലേ, നമ്മൾ ഫ്ലൈറ്റിൽ കയറി തായ്ലൻഡിലേക്ക് വരാനായിട്ട് വിമാനത്താവളത്തിൽ എയർലൈൻ തന്നെ എന്തൊക്കെ സ്ട്രിക്റ്റ് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ചോദിക്കൊണ്ടിരുന്നത്. പിന്നെ അതേപോലെ തന്നെ തായ്ലൻഡിൽ വരുമ്പോഴത്തേക്കിനും ചില പർട്ടിക്കുലർ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ആൾക്കാർ, ചില പർട്ടിക്കുലർ സർനെയിമുള്ള ആൾക്കാർ, കൂടുതൽ നോർത്ത് ഇന്ത്യൻസാണ്, അവരെയൊക്കെ ഫിൽട്ടർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ യൂട്യൂബേഴ്സ് വീഡിയോ ഇട്ടൊക്കെ ഞാൻ കണ്ടായിരുന്നു. കുറേ ഇൻസ്റ്റാഗ്രാമിൽ കുറേ റീൽസൊക്കെ കണ്ടായിരുന്നു. ഇതൊക്കെ ഓരോ നാട്ടിൽ പോയിട്ട് കാണിച്ചു കൂട്ടുന്ന ഒരു നിയമങ്ങളുടെ ആഫ്റ്റർ എഫക്ട്സ് ആണ്. പേര് ചീത്തയാവുന്ന മൊത്തം നമ്മുടെ അല്ലേ. ഇവിടെ ഒരു പഴയ ഒരു ബാർജ് കിടപ്പുണ്ട്. അപ്പോൾ ഇത് പണ്ടെപ്പോഴോ എങ്ങനെയോ ഇവിടെ വന്ന് അടിഞ്ഞതാണ്. കറൻ്റ്ലി ഔട്ട് ഓഫ് സർവീസ് ആൻഡ് സോറി ഫോർ ഇൻകൺവീനിയൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ എഴുതി വെച്ചിരിക്കുന്നതാണ്. അത് കുറേ വർഷമായിട്ട് ഇവിടെ എവിടെന്നോ എങ്ങനെയോ ഇവിടെ വന്ന് അടിഞ്ഞൊരു സംഭവമാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇവിടെ എങ്ങനെയല്ലേ ഏതെങ്കിലും രീതി വന്നായിരിക്കും. ഇതിങ്ങനെ ഒരു എന്താ പറയുക, ഒരു ബീച്ചിൻ്റെ ഒരു ശാപമായിട്ട് ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. ഇത് ഭയങ്കര വലുതാണല്ലോ ഇത്. ഇത് ദൂരെ നിന്ന് കാണുമ്പോൾ അത്രയും വലിപ്പം തോന്നില്ല. ഡസ്റ്റ്ബിന്നാണെന്ന് തോന്നുന്നത്. ശരിയാ കേട്ടോ, ഫുള്ള് വേസ്റ്റ് എല്ലാം കൂടെ എല്ലാവരും അതിൻ്റെ മേളിലോട്ട് തട്ടുന്നത്. അതിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്നറിയാമോ? നിങ്ങളിത് കാശ് ഞാൻ ഇന്നലെ മുതൽ ശ്രദ്ധിക്കുന്നുണ്ട്, ഇവിടെ എവിടെയും ഡസ്റ്റ്ബിന്ന് കാര്യമായിട്ട് വെച്ചിട്ടില്ല. എന്താണ് തായ്ലൻഡ് അധികാരികൾ അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ അത്രയൊക്കെ ഡസ്റ്റ്ബിന്നുകളൊന്നും ഇല്ലെങ്കിലും ഇവിടെ അത്രയും വൃത്തിയായിട്ട് കിടക്കുന്നത്, ഇവിടെ വരുന്ന ആൾക്കാർ അവർ കുറച്ചുകൂടെ കാര്യമായിട്ട് ഇതൊക്കെ നോക്കുന്നുകൊണ്ടാണ് കുറച്ചെങ്കിലും വൃത്തിയായിട്ട് കിടക്കുന്നത് വരുന്ന ആൾക്കാരുടെ ഒരു ഇത്. വേറെ 2 ബാർജ് കിടപ്പുണ്ട്. അവിടെ ഒരു വലിയ ബാർജ് കിടപ്പുണ്ട്, ഇവിടെ ചെറിയൊരു കുട്ടി ബാർജ് ഇവിടെ കിടപ്പുണ്ട്. ഇത് രണ്ടും ഇങ്ങനെ ഒരു ഇതായിട്ട് കിടക്കുകയാണ്. പിന്നെ ഇതൊക്കെ നമ്മുടെ ബോട്ടുകാരാണ്. ഇവരൊക്കെ തിരിച്ചു പോകാനായിട്ട് ആൾക്കാരെ നോക്കി നിൽക്കുന്ന ബോട്ടുകാരാണ്. അപ്പോൾ നമുക്ക് 6 മണി വരെ സമയമുണ്ട്. സോ നമുക്ക് എന്തായാലും വാട്ട് ഡു വി ഡു? വി ഗോ സം ബീച്ച്. ഞങ്ങളെ ഇവിടെ വന്നപ്പോഴത്തേക്കിനും ഇവിടെ ഒരു സ്ട്രീറ്റ് അടിപൊളി. ഇവിടേക്ക് വണ്ടി വരാൻ പറ്റത്തില്ല, പിന്നെ റോഡില്ല, അങ്ങനെ വേറെ സംഭവമൊന്നുമില്ല. പക്ഷേ ഇവിടെ കുറച്ച് ആൾക്കാർ ഇതുപോലെയുള്ള സംഭവങ്ങളുണ്ട്. ടൂറിസ്റ്റുകളെ കാത്തിരിക്കുന്ന ആണല്ലോ, അപ്പോൾ അത്തരത്തിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ വേറൊരു കാര്യം, ഈ ഫുക്കറ്റ്, ക്രാബി, ഈ സ്ഥലങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തായ്ലൻഡിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം പോപ്പുലേഷൻ ഉള്ളൊരു സ്ഥലം ഇതാണ്. നമ്മൾ കഴിഞ്ഞ തവണ KLTUK ട്രിപ്പിൻ്റെ സമയത്ത് നമ്മളൊരു കോ പന്നി എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഐലൻഡിൽ പോയി താമസിച്ച് ഓർമ്മയില്ലേ? അത് നമ്മളൊരു ഫ്ലോട്ടിംഗ് മുസ്ലിം വില്ലേജ്. ആ സ്ഥലമൊക്കെ ഇതിൻ്റെയും ഫുക്കറ്റിൻ്റെ ഇടയ്ക്കായിട്ട് വരുന്ന സ്ഥലങ്ങളാണ് ഈ പങ്ങ എന്നൊക്കെ പറയുന്നത്. ഈ ഒരു ഏരിയയിൽ ധാരാളം മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ടൈപ്പ് ഓഫ് ഫുഡും നമുക്കിവിടെ, മിക്സഡ് ടൈപ്പ് ഓഫ് ഫുഡൊക്കെ നമുക്ക് ഇവിടെ ഈ ഒരു ഏരിയയിൽ കിട്ടും. ഇവിടെ ഇങ്ങനൊരു സംഭവം ഈ ഒരു ഐലൻഡിലുണ്ടാവുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. ഇതുണ്ടല്ലേ കോഫി ഷോപ്പുകൾ, പിന്നെ മിനി മാർട്ട്. ഇവിടെ ചിലപ്പോൾ ഒരു 7-11 ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഫുഡ്, റെസ്റ്റോറൻറ്റ്, പിന്നെ ക്ലൈംബിംഗ് സ്കൂൾ. അപ്പോൾ ഇവിടെ എന്തോ ഈ മലയുടെ മേളിലേക്ക് എന്തോ ക്ലൈംബിംഗ് ചെയ്യുന്ന എന്തോ ഒരു പരിപാടിയും സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ കാനബി ബാർ, ഇവിടെ വന്നിട്ട് കഞ്ചാവ് അടിച്ചിരിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യം ഇവിടെ അവൈലബിളാണ്. ഈ ആൾക്കാരൊക്കെ എവിടെ നിന്നോ വരുന്നതാണ്. അതായത് ഇതിനപ്പുറത്തേക്ക് എന്തോ വേറെ വൈബുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. ഇവരൊക്കെ തിരിച്ചു പോകാറായല്ലോ, കാരണം വൈകിട്ട് 4:30 ആയല്ലോ. എല്ലാവരും ഇപ്പോൾ പതുക്കെ തിരിച്ചു പോയി തുടങ്ങും. ഏതൊരു കുഞ്ഞ് ഐലൻഡിൽ വന്നാലും ബാറിന് സംഭവങ്ങൾക്കൊന്നും ഒരു പഞ്ഞവുമില്ല. ഇഷ്ടംപോലെ എല്ലാ സംഭവങ്ങളും എല്ലായിടത്തും കിട്ടുന്നതാണ്. ബാർ അവിടെ കണ്ടാലും ഓടിച്ചാടി കയറും ടോണിച്ചായൻ അല്ലേ? ഇത് മറ്റേ സിനിമയിലെ ടോണിച്ചായന, ടോണിക്കുട്ടനില്ലേ, നമ്പർ 20 മദ്രാസ് മെയിലിലെ ആ ടോണിക്കുട്ടന. ചായ എവിടെ കണ്ടാലും ചായ ചാടി കയറും, ചായ ഓടിക്കാന്ന് നമ്മൾ പറഞ്ഞ അവനെ വരെ മനസ്സിലായി ചിരിക്കുന്നു. ശരിക്കും ഉണ്ടല്ലോ, നമ്മളിത് ഭയങ്കര ലേറ്റായി പോയി ബ്രോ. നമ്മളിത് രാവിലെ വരേണ്ടതായിരുന്നു. ഇതെന്താണിത്? ബോട്ട് ബാറെന്ന്. നോക്കി, ബോട്ട് ബാറും റെസ്റ്റോറൻറ്റും മാത്രമേ ഉള്ളൂ. ഇത് മറ്റേ സാധനം, ഇത് മറ്റേ കഞ്ചാവ് അതാണ് സാധനം. അങ്ങനെയുള്ള പല സംഭവങ്ങളും ഇവിടെ കിട്ടും. കഞ്ചാവ് കലക്കിയ പല സാധനങ്ങളും നമുക്കിവിടെ കിട്ടും. അതിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ വാഫിൾസ് കടകളാണ് കേട്ടോ. മൊത്തം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടെ മൊത്തം കഞ്ചാവ് ബ്രോ. ജമൈക്ക ബാറ്, ഇതെല്ലാം മറ്റേ സാധനം. ഇതിനും മാത്രം ഉണ്ടോ ഈ ഐലൻഡിൽ വന്നിട്ട് ആൾക്കാരെല്ലാം കൂടെ ഇങ്ങനെ കഞ്ചാവ് വലിച്ചിരിക്കാനുള്ള പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അടിപൊളി, കൊള്ളാം. പിന്നെ മസാജുണ്ട്. പിന്നെ ഇത് മൊത്തം ബാറാണല്ലോ, ബാറ് മാത്രമേ ഉള്ളല്ലോ. ടാമറിൻ്റെ ബാറ്, ഇതെല്ലാം മറ്റേതുകൊണ്ട് അവർ കുപ്പിക്കകത്തൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? എനിക്ക് താമസിക്കാൻ ഉണ്ട്, ഹോട്ടലുകൾ എന്തൊക്കെയോ ഉണ്ട്.
ചെറിയ ഹോട്ടലുകൾ. ഇവിടെ കഞ്ചാവ് മാത്രമേ ഉള്ളല്ലോ. നീ ഇതെല്ലാം കണ്ടില്ലേ? ഈ കാണുന്ന എല്ലാം മഷ്റൂം. നിങ്ങളോട് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടല്ലേ, മാജിക് മഷ്റൂം കിട്ടും, അങ്ങനെ കിട്ടും, ഇങ്ങനെ കിട്ടും എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നുണ്ടല്ലേ. വായിച്ചു നോക്കിയില്ലേ? ഈ സെറ്റപ്പ് കണ്ടിട്ട് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? കഞ്ചാവ് വലിക്കാൻ വേണ്ടി മാത്രം ആൾക്കാർ വരുന്ന സ്ഥലമാണോ ഇതെന്ന് തോന്നിപ്പോകും കാണുമ്പോഴത്തേക്കിനും. ഫുൾ മസാജ്. ഒരു ഐലൻഡാണ്, കണ്ടില്ലേ? നോക്കി എത്ര ഐലൻഡുകളുണ്ട് ഇവിടെ ഇതേപോലെ. അങ്ങനെ ഒരു ഐലൻഡ് അവരെന്ത് സെറ്റപ്പായിട്ട് ആക്കിയിരിക്കുന്നെന്ന് നോക്കി. ഓ നൈസ് അല്ലേ, നല്ല ആംബിയൻസ് ഇവിടെ ആയി. ഇതെല്ലാം റെസ്റ്റോറൻറ്റ് ആൻഡ് ബാറുകളാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഒരാളിരുന്ന് ഗിത്താർ വായിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഐസിട്ട് വെച്ചിരിക്കുന്ന ഫിഷ് കാണാൻ പറ്റും. എൻ്റെ പൊന്നു, ഇതിന് മേളൊക്കെ ആൾക്കാരിൽ ഫുഡ് കഴിക്കുന്നത്. പക്ഷെ ഇത് മിസ്സായി കഴിച്ചു. ഇത് രാവിലെ വരേണ്ടതായിരുന്നു കേട്ടോ. അതായത് നല്ല അടിപൊളി ഫിഷൊക്കെ വെച്ചിരിക്കുന്നുണ്ടല്ലേ, ഐസിട്ട് വെച്ചിരിക്കുകയാണ്. നമുക്ക് വേണ്ട രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട രീതിയിൽ അവർ പ്രിപ്പയർ ചെയ്ത് സെറ്റാക്കി തരും. ഇവിടെ കോഴിയൊക്കെ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിസ്സ കിട്ടും, അങ്ങനെ അങ്ങനെ പല സംഭവങ്ങളും കിട്ടും. ഇവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റൊക്കെ കാണാണ്ടാണ്, പക്ഷേ ഞാൻ ഇതുവരെ കണ്ടില്ല. ഉണ്ടാവും, ഇതെല്ലാം മറ്റേ വൈബാണ് എല്ലായിടത്തും. ആ ഇല കണ്ടില്ല, ആ ഇല ഉണ്ടെങ്കിൽ ആ സാധനം ആണെന്നാണ് അർത്ഥം. എവിടെ നോക്കിയാലും ഇല കാണാൻ പറ്റും. ഇതെന്താണ്? ടാറ്റു സ്റ്റുഡിയോ. നമുക്കിവിടെ ടാറ്റു അടിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ കടന്നു കൊടുത്താൽ അവർ ടാറ്റു അടിച്ചു തരും. ഇതേ അത്യാവശ്യം വലിയ ഒരു സ്ഥലമാണ്. ശരിക്കും നമ്മുടെ മെയിൻലാൻഡിൻ്റെ ഭാഗമാണ്. ഇതൊരു ഐലൻഡ് അല്ല, പക്ഷേ ഇതിപ്പുറത്ത് മാറി കിടക്കുന്നൊരു സ്ഥലമാണ്. പക്ഷേ ഇവിടേക്ക് ബോട്ട് മാർഗം മാത്രമേ വരാൻ പറ്റുള്ളൂ എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു രാവിലെ വന്ന് വൈകിട്ട് വരെ സ്പെൻഡ് ചെയ്യാൻ പാകത്തിനുള്ള കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. വന്നിങ്ങനെ ബീച്ചിൽ കിടന്ന് ഒരു മസാജൊക്കെ ചെയ്ത്, പിന്നെ കള്ളു കുടിക്കുന്നവർക്ക് കള്ളു കുടിച്ചും കഞ്ചാവ് കഴിക്കേണ്ടവർക്ക് കഞ്ചാവ് കഴിച്ചും അങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം. പിന്നല്ല എന്നാ പറയാ. ഇവിടെ ഫാർമസി വരെയുണ്ട്, ടേക്ക് കെയർ ക്ലിനിക്ക്. ഉണ്ടല്ലോ, ഒരു വണ്ടി പോലും ഇല്ലാത്ത ഒരു പ്രദേശമാണ് കേസ്. നോക്കിയത് ഇതൊരു കഫേ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ വേണമെങ്കിൽ, പിന്നെ ഇവിടെ നിന്ന് വേണമെങ്കിൽ ഇങ്ങോട്ട് പോകാം, എങ്ങനെ വേണമെങ്കിലും പോകാം. അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വഴികളുണ്ട്. ഇവിടെയുണ്ട് ട്രാവൽ ഏജൻസികൾ ഇതിനകത്ത്. എനിക്ക് മിനി വാൻ, ടാക്സി, ട്രെയിൻ, എയറോപ്ലെയിൻ എല്ലാ ബുക്കിങ്ങും പരിപാടികളുണ്ട്. പിന്നെ പേ ആൻഡ് യൂസ് ടോയ്ലറ്റുകൾ. ഇത് കണ്ടില്ലേ, എനിക്ക് തായ് കുക്കിംഗ് ക്ലാസ്. ഇതിലൂടെ പോകണം. ഇതിലൂടെ എന്താ കേട്ടോ, ഇതിവിടെ മൊത്തം കുരങ്ങന്മാരാട്ടോ. ഇവിടെ ഇഷ്ടം പോലെ കുരങ്ങന്മാരുണ്ട്. കുരങ്ങന്മാരുടെ കളികളാണ്. കുരങ്ങന്മാരൊക്കെ ഫുൾ ഫാമിലി ആയിട്ടാണ്. നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാം. അങ്ങോട്ടെന്ന് പറയുമ്പോഴത്തേക്കിനും ബീച്ചിന് അങ്ങോട്ടേക്ക് പോകാം. ഈ ഒരു സ്ഥലത്തെ ഇവിടുത്തെ ആളുകളൊക്കെ താമസിക്കുന്ന സ്ഥലമാണത്. വീടാണ് ആളുകളുടെ. കണ്ടല്ലേ, ഇതൊക്കെ വീടും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇവിടെ ഇത്രയും സ്ഥലത്ത് ഇതുപോലുള്ള ഏരിയയിലും ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചതല്ല ആൾക്കാർ ഇവിടെ താമസിക്കുമെന്ന്. ഞങ്ങളങ്ങനെ ആ ഒരു ബോട്ട് ഇറങ്ങിയ സ്ഥലത്തു നിന്ന് നടന്ന് ഞങ്ങൾ നേരെ എതിർദിശയിലൊരു സ്ഥലത്തെത്തി. ഇവിടെ വരുമ്പോഴത്തേക്കിനും നമുക്ക് ഇവിടെ കംപ്ലീറ്റ് മാംഗ്രൂവ് ഫോറസ്റ്റ് കാണാൻ പറ്റും. അതായത് കണ്ടൽ കാടുകൾ. കണ്ടില്ലേ, ഇത്രയും അടുത്ത് കണ്ടൽ ഇങ്ങനെ വെള്ളമില്ലാതെ, അതായത് ലോറ്റൈഡ് നിൽക്കുകയാണ്. ഇവിടെയൊക്കെ വെള്ളം കയറി വരുന്ന സ്ഥലമായിരിക്കണം. ഇങ്ങനെ കണ്ടൽ നിൽക്കുന്നുണ്ടോ ഇവിടെ എല്ലാം, കണ്ടോ ഇത്തരത്തിലുള്ള കണ്ടലുകൾ. പിന്നെ ഇത് ഭയങ്കര ലോറ്റൈഡ് ആട്ടോ അവിടെ. ഇതിനകത്തൊക്കെ ആൾക്കാർ ഇവിടെ ഇതുണ്ടല്ലേ മറ്റേ സാധനം, ഇത് കണ്ടോ, ബനാന കുഷ്. ഒരു ഗ്രാമിന് 200 ബാത്ത് 250 ബാത്ത് ഒക്കെയാണ് എഴുതിയിരിക്കുന്നത്. എൻ്റെ അമ്മ വേണ്ട, എന്തിനാ വെറുതെ. വല്ലപ്പോഴും ഒരു ബിയർ, ഒരു ഡ്രിങ്ക്, അതല്ല അതിനപ്പുറത്തേക്ക് ഒരു പരിപാടിയും വേണ്ട. അപ്പോൾ നമ്മൾ വന്ന സ്ഥലത്താണ് നല്ല ബീച്ചുള്ളതെന്ന് തോന്നുന്നു. ഇവിടെ നിന്നും ബോട്ടും പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങോട്ടേക്കൊക്കെ ബോട്ടൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ബീച്ചിൻ്റെ സൈഡിലൊക്കെ ഇരിക്കുന്നു ജാക്ക് ഡാനിയൽസ് മറ്റതും മറിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇവിടെയൊക്കെ റെസ്റ്റോറൻറ്റുകൾ ഈ കാണുന്നതൊക്കെ ഇപ്പോൾ ഓഫ് സീസണാണ്. സീസൺ സമയത്ത് ഇവിടെയൊക്കെ മൊത്തം തിരക്കായിരിക്കും. ഇവിടെയൊക്കെ താമസിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതായത് ശരിക്കും വേണമെങ്കിൽ ഇവിടെ വന്ന് 2-3 ദിവസം നിൽക്കാം കേട്ടോ. അത്രയും നല്ല വൈബുണ്ട് ഇവിടെ. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇവിടെ തന്നെ താമസിക്കുന്നവരായിരിക്കും അല്ലേ. പക്ഷെ 6 മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ടൂറിസ്റ്റുകൾ പുറത്തുനിന്ന് വരുന്നില്ലല്ലോ. എല്ലാവരും പകൽ വരുന്ന ആൾക്കാരല്ലേ. ഇവിടേക്ക് റോഡില്ലല്ലോ. അതല്ലേ ഇവിടുത്തെ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടേക്ക് റോഡിന് ഇവിടെ ബോട്ടിലേക്ക് മാത്രമേ വരാൻ പറ്റുള്ളൂ. കാരണം അപ്പുറത്തും ഇപ്പുറത്തും മൊത്തം മൗണ്ടനാണ്. ആ മൗണ്ടൻ്റെ സൈഡിലായിട്ടുള്ള ഇപ്പുറത്തായിട്ട് ഒരു ഐലൻഡ് പോലെ കിടക്കുന്ന ഒരു സ്ഥലം. ഇതെന്താണ്? ഇൻഡിക്കയോ? ഇൻഡിക്ക ഹൈബ്രിഡ്. ഇത് ചുരുട്ടി സെറ്റാക്കി വെച്ചേക്കോ. അതൊക്കെ എല്ലാം ചുരുട്ടി സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഏത് മൂഡ് വേണമെന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ തരും. അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇതെന്തോ ഇരിക്കുന്നേ, എൻ്റെ അമ്മേ, നോ എന്തൊക്കെയാണോ ഇവിടെ ഉള്ളത്. ഇവിടെ ഇത് കണ്ടില്ലേ, അവതാർ റെയില് ക്രാബി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ചെറിയ റിസോർട്ടുകളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെയാണ്. ഇതിനകത്ത് ചെറിയ റിസോർട്ടും പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അടിപൊളിയാട്ടോ, നൈസ്. അപ്പോൾ ആ കണ്ടൽ കാടിന് സമീപത്തുകൂടെ നമ്മളിങ്ങനെ ചുമ്മാ ഇങ്ങനെ തേരാപ്പാര നടക്കുകയാണ്. ഇതിനകത്ത് ഏതോ വലിയ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് കേട്ടോ. എന്തൊക്കെയോ സെറ്റപ്പുകളൊക്കെ ഉണ്ട്. അവിടെ അകത്ത് വലിയ സ്വിമ്മിംഗ് പൂള്. ഇത് പൊളി ഇടില്ല സെറ്റപ്പ് സ്ഥലം. എനിക്ക് ഇഷ്ടപ്പെട്ടു ശരിക്കും. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നിട്ട് കുറച്ച് ദിവസം ചുമ്മാ വെറുതെ ഇരിക്കണം. ഉണ്ടല്ലേ, ആ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട് അകത്ത്. അത് പ്രൈവസിയോടുകൂടെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്.
ആർക്കും ഉപദ്രവമാകാത്ത രീതിയിൽ ഫുള്ള് കാടൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിരിക്കുന്നുണ്ടോ. ഇതൊരു റിസോർട്ട്. ആ റിസോർട്ട് അടിപൊളി, നല്ല ബിഗ് റിസോർട്ട്, ദ സാൻഡ് BBQ കോർട്ട്യാർഡ്. അതായത് ഇവിടെ ഇത്രയും വലിയ റിസോർട്ടുകളൊക്കെ പണിത് വെച്ചിരിക്കുന്നുണ്ടല്ലേ. ബുങ്ങാത്താണി എന്ന് പറഞ്ഞ റിസോർട്ട്. അതായത് ഇവിടേക്ക് ഒരു വണ്ടിയില്ല, റോഡില്ല, ഒരു ബൈക്ക് പോലും ഇല്ലാത്ത സ്ഥലമാണ്. അവിടെ വരെ ഇത്രയും വലിയ റിസോർട്ടുകളും ബാക്കിയുള്ള സംഭവങ്ങളും. ഇതേ ഒരു ബോട്ട്. ഈ ബോട്ട് എങ്ങനെ എടുത്തുകൊണ്ട് പോയി നീ? ഞാൻ അത് ആലോചിക്കുന്നത്. വെള്ളം കയറി വരുമ്പോൾ പൊക്കിക്കൊണ്ട് പോയിരിക്കും. കാര്യമായിട്ട് ചിലപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും, രാത്രി ആകുമ്പോഴത്തേക്കിന് വെള്ളം കയറി വരുമോ? ഇല്ലല്ലോ, ഇനി രാവിലെ ആയിരിക്കും വരുന്നത്. അങ്ങനെയല്ലേ, ലോ ടൈഡും ഹൈ ടൈഡും വരുന്നത് മാറി മാറി വരുന്നു ആയിരിക്കും. അപ്പോൾ ഇവിടെ എല്ലാം വീടിൻ്റെ അല്ല, റിസോർട്ടിൻ്റെ മുമ്പിൽ തന്നെ പാർക്ക് ചെയ്യണം. അതല്ലേ, അങ്ങനെയാണ് പരിപാടി. അങ്ങനെ ഇപ്പോൾ നമ്മളിങ്ങനെ ആ വഴിയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടക്കാമെന്നുള്ളതല്ലാതെ തന്നെ വേറെ വലിയ പരിപാടികളും സംഭവങ്ങളൊന്നുമില്ല. ഇവിടെ ATM കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നല്ല സെറ്റപ്പാട്ടോ ഇത്. ഇത് കണ്ടോ, ഇവിടെ നല്ല അടിപൊളി ഒരു ബോട്ട് ജെട്ടിയുണ്ട്. എനിക്ക് നല്ല കിടുക്കാച്ചയായിട്ട് ഇവിടെ ഒരു ബോട്ട് ജെട്ടി സെറ്റാക്കി വെച്ചിരിക്കുന്നുണ്ടല്ലേ. അതായത് ഇവിടെ പാലം പണിതിട്ട് ബോട്ടുകൾ ഇങ്ങനെ വന്ന് അടുത്ത് പോകുന്ന രീതിയിൽ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതായത് എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് പല ആൾക്കാരും ജോലിക്കൊക്കെ വന്നു പോകുന്ന ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഈ വന്നു പോകുന്നതും തിരിച്ചു പോകുന്നതൊക്കെ. അവിടെയൊക്കെ ഇഷ്ടംപോലെ ബോട്ടുകൾ ഇങ്ങനെ കൊണ്ടുവന്ന് അടുക്കി റെഡിയാക്കി ഇട്ടിരിക്കുന്നുണ്ടല്ലേ. ഇത്രയും സെറ്റപ്പാക്കി ഇടുകയാണെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളും അടിപൊളിയാണ്. ഇവിടെയൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ ശരിക്കും വെള്ളം കയറി ഇത്രയും വരുന്നതാണ്. ഇതിപ്പം ലോ ടൈഡ് ആയപ്പോഴത്തേക്കിനും എല്ലാം ഇറങ്ങിപ്പോയതാണ്. കണ്ടില്ലേ, ഇവരൊക്കെ ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഇവരൊക്കെ തിരിച്ചു പോകുന്നത് കണ്ടോ, ഇന്നത്തെ ജോലി കഴിഞ്ഞിട്ട് അവർ തിരിച്ചു പോവാണ് കണ്ടില്ലേ, ബോട്ട് കയറാനായിട്ട്. അതാണ് പരിപാടി. ഇവിടെ നോക്കി, ഇവിടെ ഒരു ചെറിയൊരു കുളം പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടല്ലേ. അതായത് ഒരു വാട്ടർ ബോഡി വ്യൂ ഉള്ള കോട്ടേജുകൾ കിട്ടാൻ വേണ്ടി ചെയ്ത സംഭവമാണോ അതോ ഇനി ഉള്ള കുളമാണോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഒരു കുളം, അവിടെ ഒരു സ്വിമ്മിംഗ് പൂള്, ബാക്കിൽ മല. ഇവിടെ മൊത്തം ഇത്തരത്തിലുള്ള മലകളാണ് കാണാൻ സാധിക്കുന്നത്. നൈസാ അല്ലേ. ഇവിടെയൊക്കെ വന്ന് ചുമ്മാ ഒരാഴ്ചയൊക്കെ നിൽക്കണം. കഥ എഴുതാനും ബുക്ക് എഴുതാനും പാട്ട് എഴുതാനും കവിത എഴുതാനും സിനിമ എഴുതാനും ഒക്കെ പറ്റിയ സംഭവമാണ്. ബ്രോ, ഞാനിപ്പോൾ വന്നിട്ടൊരു 3 ദിവസം ആയില്ലേ. ഞാൻ ഒരു 500 പേജ് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ പുസ്തകമില്ലേ, പുസ്തകം നമ്മൾ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കുകയല്ല ചെയ്യുന്നേ. ആ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കിയ സാധനം വെറുതെ ഇരുന്നൊന്നുകൂടെ വായിച്ച് നോക്കി ഒന്നുകൂടെ പോളിഷ് ചെയ്യാമെന്ന് ഓർത്തോണ്ട് KLTUKയുടെ പുസ്തകം ഒന്നുകൂടെ പോളിഷ് ചെയ്യണമല്ലോ ഫൈനൽ. അപ്പം ലാപ്ടോപ്പിലിരുന്ന് വായിക്കണ്ടല്ലോ, പേപ്പറിൽ ഇരുന്ന് വായിക്കാമല്ലോ. ഇതുപോലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു റിമോട്ടായിട്ടുള്ള സ്ഥലത്ത് ബീച്ച് സൈഡിൽ റൂം എടുത്ത് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക, എന്നിട്ട് ഒരു ചാരിയസിൽ ഇരുന്ന് അതൊക്കെ വായിച്ച് നോക്കുക, കറക്ഷൻ ചെയ്യുക എന്നൊക്കെ വിചാരിച്ചാണ് വലിയൊരു 2 കിലോ ഉണ്ട് എല്ലാം കൂടെ പ്രിൻ്റ് ഔട്ട് എടുത്തുകൊണ്ട് വന്നത്. ഇവിടെ വന്നിട്ട് ഇതുവരെ ബാഗിൽ ഇരിപ്പുണ്ട്, ബാഗിൽ നിന്ന് പുറത്തെടുത്തിട്ടില്ല. ഇല്ല, ബാഗിൽ ഇരിപ്പുണ്ട്, ബാഗിൽ നിന്ന് പുറത്തെടുത്തിട്ടില്ല ഇതുവരെ. അതിനുള്ള സമയം കിട്ടിയില്ല. ബ്രോ ഇല്ല എന്ന് പറഞ്ഞില്ലല്ലോ. ഇതേ നോക്കിയ കോഹിനൂർ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടില്ലേ. അത് എവിടെയാണെന്നുണ്ടെങ്കിലും ഇതുണ്ടാവും, അതിനൊരു കുറവുമില്ല ഗൈസ്. ഈ ഒരു പട്ടിക്കാട്ടിൽ വരെ ആ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിനകത്തെ ഒരു കേവ് ഒക്കെ ഉണ്ടായിരുന്നു, ആ കേവ് മിസ് ചെയ്തു. കേവ് ഉണ്ടായിരുന്നു. ഇവിടുന്ന് ബാങ്കോക്കിലേക്ക് ബസ്സൊക്കെ ഉണ്ടോ? ബസ് ടു ബാങ്കോക്ക്? How much time it will take? Take in the sun 3:30 and then you arrive in the 6 a.m. in the morning. Oh, so overnight bus. Okay. Thank you. അത് ബാങ്കോക്കിലേക്ക് ബസ്സുണ്ട്, ഓവർനൈറ്റ് ബസ്സാണ്. 1000 ബാത്ത് എന്ന് പറഞ്ഞാൽ 2500 രൂപ. ആ പൈസയ്ക്ക് ഫ്ലൈറ്റിന് പോകാമല്ലോ. ഫ്ലൈറ്റിന് അത്രേ ഉള്ളൂ. ഗൈസ്, പെരും മഴ വരുന്നുണ്ട്, പെരുമഴ. ഇത് തിരിച്ചു പോകുമ്പോഴത്തേക്കും നനഞ്ഞ് ബോട്ടിലിരുന്ന് പോകേണ്ടി വരും. കുട്ടികൾക്കത്തെ മഴ, കറുത്ത ആകാശം, കറുത്ത് മേഘാവൃതമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ എന്നാലും ഇവിടെ വരെ വന്നിട്ട് ബീച്ചിൽ ഇറങ്ങാൻ പാടില്ലല്ലോ, പോകാൻ പാടില്ലല്ലോ. സോ നമുക്ക് കുറച്ച് നേരം ബീച്ചിലിറങ്ങാൻ വേണ്ടി വന്നതാണ്. ആ കറുത്തിരിക്കുന്ന കണ്ടില്ലേ, അത്രയും ഭാഗത്തെ ആകാശം നോക്കി. ഇവിടെയൊക്കെ ചെറിയ ബീച്ച് ഹട്ടുകളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എന്നാൽ ഇതെന്തോന്നാണ് ഇതിങ്ങനെ, നീ വല്ല സുനാമിയും വരുമോ? എൻ്റെ പൊന്നെ, സുനാമി വല്ലതും വരുമോ? ആകാശം കണ്ടിട്ട് എന്തൊക്കെയാണോ. അപ്പോൾ നമുക്ക് ഇറങ്ങാം പാ. അങ്ങനെ എല്ലാവരും തിരിച്ച് കയറുമ്പോഴത്തേക്കിനുമാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ബീച്ചിൽ ഇറങ്ങാൻ പോകുന്നത്. ഇവിടെ വന്നിട്ട് ഇതുവരെ ടാൻ അടിച്ചിട്ടില്ല കേട്ടോ. എങ്ങനെ ബീച്ചിൽ ടാൻ അടിച്ച് ഇതേ കണ്ടാ നോക്കി ഇല്ലേ. സൺസ്ക്രീൻ തേച്ചിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ടാൻ അടിക്കണമെങ്കിൽ ടാൻ അടിക്കും. അപ്പോൾ നല്ല അടിപൊളി നല്ല കിടിലം ബീച്ചാണ് ഇവിടെ. നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് മിക്കവാറും ഇന്ന് മഴ പെയ്ത് നമ്മൾ നനഞ്ഞിട്ട് ഇവിടെ നിന്ന് കയറി പോകുള്ളൂ. ഇവിടെ അങ്ങനെ ലൈഫ് ഗാർഡോ അങ്ങനെ ആരും ഇല്ല കേട്ടോ. നമ്മൾ തന്നെ നമ്മുടെ ലൈഫ് ഗാർഡ്. ഇവിടെ മറ്റേ ഇതിട്ട് വെച്ചിട്ടുണ്ടല്ലേ, മല പോലത്തെ എന്തോ സംഭവം ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബാഗൊക്കെ അവിടെ ഇരിപ്പുണ്ട്, നോക്കണം ഇടയ്ക്ക് ഒന്ന് അങ്ങോട്ട്. അയ്യോ
മഴ വരുന്ന തിര കൂടും. തിര വരുന്ന വലിയ തിരയാണ്. കാറ്റ് അല്ല ഇത് ഭയങ്കര കാറ്റായിട്ടോ. മഴ പെയ്ത് നമ്മുടെ ബാഗല്ല നനയും ചെയ്യാനില്ല. ഒന്നും ചടയെന്ന് പറഞ്ഞൊന്നും അങ്ങോട്ട് പോകാം. അവിടെ അടിപൊളി അടിപൊളി. അകത്തോടെ വായി വരെ വെള്ളം പോയി. ഇവിടത്തെ ബീച്ചാണ് ബീച്ച്. എന്താ അമ്മേ മഴ വരുന്നു മഴ വരുന്നു. എല്ലാവരും പോവാ. കാറ്റടിച്ചിട്ടേ രക്ഷയില്ല. മിക്കവാറും ഞങ്ങള് ഇന്ന് നനയാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. കാരണം ഇപ്പം മഴ പെയ്യും. 6 മണി കഴിഞ്ഞാൽ പിന്നെ ബോട്ടില്ല. ഇല്ല പിന്നെ അമ്മ പറയുന്ന പൈസ കൊടുക്കേണ്ടി വരും. ഇപ്പം മഴ തുടങ്ങി. ബോട്ടിൽ കയറിയിൽ നനയേണ്ടി വരുമല്ലോ ദൈവമേ. ബോട്ടിൽ മഴ നനയാണ്ട് പോകാനുള്ള സെറ്റപ്പൊന്നുമില്ല. മഴ പെയ്യുന്നേ. അയ്യോ ഇത് പെടലായി. രാവിലെ വരേണ്ടതായിരുന്നു. മഴക്കാലത്ത് വന്നിട്ട് ബീച്ചിൽ കുളിക്കാനായിട്ട് ബാഗടക്കം എല്ലാം നനയും. ഇഗോ ആ ടിക്കറ്റ് ടിക്കറ്റ് 2 tickets I have. Return. Yeah. What color ticket? Oh, let me see. Oh, blue over there, blue over there. Blue. Yeah, blue over there. അതോ ഓക്കെ 2. എന്താ അമ്മേ അയ്യോ ബ്രോ ഇതാകെ പണിയായിപ്പോയേ. അയ്യോ ജസ്റ്റ് രക്ഷപ്പെട്ടു. നീ ഇതിനകത്ത് നനഞ്ഞിരിക്കേണ്ടി വരും. ഉറങ്ങിയിരിക്കാം. എവിടെ ഇരുന്നാലും നനയും. ഇതൊരു രക്ഷയില്ല കേട്ടോ. ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. ഇപ്പോഴാണ് ബീച്ച് വൈബായത്. എല്ലാം കറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ ശരിയാകും. അതെ മഴയും ഈ മഴയത്തിരി ഉമ്മാർ എങ്ങനെയാണോ തിരിച്ചു കൊണ്ടുപോകാൻ പോകുന്നത്. വള്ളം ബീച്ച് അന്തസ് താത്തിയിടാൻ പറ്റും. ഓ അത് താത്തിക്കും എന്തൊക്കെ ചെയ്യാൻ പറ്റും. പുള്ളിനെ സമ്മതിക്കണ്ട കേട്ടോ. ആ പുള്ളി അതെങ്ങനെയാണോ ഓടിക്കാൻ പോകുന്നത് എനിക്കറിയത്തില്ല. ഞാൻ അവിടെ മൊത്തം നനഞ്ഞിട്ടിരിക്കുകയാണ്. ബോട്ടിനകത്ത് അങ്ങനെ നിറച്ച ആൾക്കാർ കയറി 1 2 3 4 5 10 പേരുണ്ട് കേട്ടോ. 10 പേര്. കഴിഞ്ഞ 2 ദിവസമായിട്ടൊരു മഴയില്ലായിരുന്നു. നിങ്ങൾ സിംഗപ്പൂരിൽ നിന്ന് വന്നപ്പോഴാണ് മഴയും കൊണ്ട് വന്നത്. ഇവിടെ നല്ല കാലാവസ്ഥയായിരുന്നു. ഒരു പ്രശ്നമില്ലായിരുന്നു. ഞാൻ ഇന്നലെ വീട്ടിൽ പോകാനിരുന്ന നിങ്ങൾ വരുന്നതുകൊണ്ടാണ് ഞാൻ ഇന്നത്തേക്ക് വീട്ടിൽ മാറ്റിയത്. തിരിച്ചു പോകുമ്പോൾ മുമ്പിൽ ഇരുന്നായിരുന്ന പണി പാളി തന്നെ. ഞാനതാണ് തന്ത്രപൂർവ്വം പുറകെ വന്നിരുന്നത്. മുമ്പിൽ മൊത്തം നനഞ്ഞുകൊണ്ടിരിക്കുക. പുറകിൽ നമ്മളിവിടെ സേഫാണ്. നമ്മളിവിടെ നനയുന്നില്ല. ഇത് ഈ വണ്ടിയിൽ ഏറ്റവും കൂടുതൽ നനയുന്നത് ഈ വണ്ടി ഓടിക്കുന്ന പുള്ളിയാണ്. വൈബില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം വൈബായില്ലേ? നല്ല വൈബായി. വൈബോട് വൈബ്. ഇപ്പം വൈബേ ഉള്ളു. ഇനിയിപ്പോൾ എൻ്റെ പുകയെ പോകുന്നതെന്നറിയോ? മണ്ണെണ്ണയാണെന്ന് തോന്നുന്നു. പുകഞ്ഞ് ഫുൾ പുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ തിരിച്ച് ചെളിവെള്ളത്തിൽ, നല്ല വെള്ളത്തിൽ നിന്ന് വീണ്ടും ചെളിവെള്ളത്തിലെത്തി. അങ്ങനെ മഴയത്ത് ബീച്ചിൽ പോയി തിരിച്ചു വന്നു ഗൈസ്. നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി എങ്ങനെയാണ് തിരിച്ചു പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടി ഉണ്ടാവുമോ? ഇങ്ങോട്ട് നമ്മൾ അവർ വണ്ടി കൊണ്ടുവന്നു. തിരിച്ച് വണ്ടി കൊണ്ടുപോകുമെന്ന് അറിയത്തില്ല. നോക്കാം. അതോ പറഞ്ഞു വിടുമെന്ന് അറിയില്ല. തിരിച്ച് വണ്ടി കിട്ടുമോ? തിരിച്ച് വണ്ടി കിട്ടുമോ? ആൾക്കാർ ഇതേ പെട്ടി സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ടോ ബ്രോ? അവിടെ ഹോട്ടലിൽ താമസിച്ചിട്ട് തിരിച്ച് വരുന്നതായിരിക്കും മിക്കവാറും. ഇവിടെ ചെളിയായി, ചെളിക്കുണ്ടായി ഗൈസ്. ചെളിക്കുണ്ട്. ചെളി വെള്ളത്തിലാണ് വന്നിറങ്ങിയേക്കുന്നത് തിരിച്ച്. ഇതിപ്പോൾ ഇവിടുത്തെ ഓഫ് സീസൺ, അതുകൊണ്ട് ഭയങ്കര അഫോർഡബിൾ ആയിരിക്കും, ചീപ്പായിരിക്കും മൊത്തത്തിലെല്ലാം. ഇപ്പോൾ ഈ ബോട്ടിന് ചീപ്പൊന്നും. ഈ ബോട്ടിന് നമുക്ക് 200 ബാത്താണ് പോയി വരാൻ. അതായത് അങ്ങോട്ട് മാത്രം 100 ബാത്ത്. 100 ബാത്ത് എന്ന് പറഞ്ഞാൽ 250 രൂപ. 200 ബാത്ത് എന്ന് പറയുമ്പോൾ ഏകദേശം 500 രൂപ പോയി വരാൻ വേണ്ടി. ആ പാവങ്ങൾ അവിടെ താമസിച്ച് തുള്ളി നനഞ്ഞ് കുളിച്ച് തിരിച്ച് വരുന്നതൊക്കെ. ഇപ്പോൾ തിരിച്ച് വന്നപ്പോഴത്തേക്കിനും വെള്ളമൊക്കെ കുറച്ചുകൂടെ കയറിയെന്ന് തോന്നുന്നു. അതുപോലെ ബോട്ടൊക്കെ കുറച്ചുകൂടെ അടുപ്പിച്ചു. ടൂറിസത്തിൽ നിന്നൊക്കെ എങ്ങനെ പൈസ ഉണ്ടാക്കുന്നു എന്ന് അറിയണമെങ്കിൽ, കാണണമെങ്കിൽ ഇവിടെ തായ്ലൻഡും ഇന്തോനേഷ്യയും വിയറ്റ്നാമും ഒക്കെ വന്ന കാണണം.
എത്ര വിദേശികളെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. നമ്മൾ തന്നെ എത്ര പൈസയാണ് സ്പെൻഡ് ചെയ്യുന്നത്. വലിയ എക്സ്പെൻസീവേ അല്ല. അതായത് യൂറോപ്പിൽ ഒരാഴ്ച നിൽക്കുന്ന പൈസയ്ക്ക് ഇവിടെ ഒരു മാസം നിൽക്കാം ഗൈസ്. സ്പെൻഡ് ചെയ്യാൻ ലാവിഷായിട്ട്. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. തിരിച്ചു പോകാനേ ഹായ് ടാക്സി ഉള്ളൂ. തിരിച്ചു കൊണ്ടുവിടുന്ന പരിപാടിയൊന്നുമില്ല. ഹലോ 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 ടാക്സി ടാക്സി മാത്രമേ ഉള്ളൂ. നോ ടുക് ടുക്. One way for transfer, one way only. If you want വൺ വേ ഓൺലി. yeah, if you want to have to pay. അത് നമ്മൾ ചോദിച്ചില്ലായിരുന്നു. വൺ വേ മാത്രമേ ഉള്ളല്ലേ? One way. ഓക്കെ. ഹൗ മച്ച് Where you going? നിയർ ബോട്ട് കൗണ്ടർ. Where you stay hotel? കൊക്കോട്ടൽ. Hotel Kabi. 150 for two. 150 for two. No, less. 150 for two. 100? 150. 100? 150. 100. 100 baht on the beach. Top corner on the beach only. Huh? On the beach. Buy ticket 100 baht. If you buy ticket corner 100 baht on the beach. Yes. 100 baht. അത് ശരി. തിരിച്ചു പോകാനായിട്ട് Hotel. ആ 150. If you want to stop in the corner, 100 baht. Corner is fine. ഓക്കെ Outside road side. ഓക്കെ അത് മതി. അല്ല ഇങ്ങോട്ട് വരാൻ മാത്രമേ ഉള്ളല്ലേ, അങ്ങോട്ട് പോകാൻ വേറെ അല്ലേ? ആ അത് ശരി. ഇവരുടെ കച്ചവടമല്ലേ? യെസ്. അവിടെ നിന്നൊരു 100 മീറ്റർ അപ്പുറത്തോട്ട് പോകാനാണ് നമുക്ക് 50 ബാത്ത് എക്സ്ട്രാ പറയുന്നത്. മനസ്സിലായില്ലേ? ഹോട്ടലിന് മുമ്പേ വരുന്നു. എന്തെങ്കിലും ആട്ടെ പോട്ടെ, സാരമില്ല. ഇത് കൊള്ളാമല്ലേ വണ്ടി? ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. MVD പിടിച്ച് അകത്തെടുത്തു. അത് ശരി. ഞാൻ വിചാരിച്ചു അപ്പ് ആൻഡ് ഡൗൺ ട്രാൻസ്ഫർ ഒക്കെ ഉണ്ടെന്ന്. ടെക്നിക്കലി പുള്ളിക്കാർ മാത്രമേ ഓടിക്കുന്നുള്ളൂ. നമ്മൾ ആക്ച്വലി സൈഡിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. അതെ അതെ. ശരിക്കും പുള്ളിക്കാരുടെ പുറകിൽ ഒരാക്കിയിരിക്കാം. പിന്നെ ഇവിടെ 1 2 മൊത്തം 3 4 പേർക്ക് വേണമെങ്കിൽ ഇരിക്കാം ഈ വണ്ടിയിൽ. 4 പേർക്ക് ഇരുന്ന് പോകുന്ന വണ്ടികൾ. നമ്മുടെ കേരളത്തിൽ മാത്രമേ ഇതുപോലത്തെ ഒന്നും വണ്ടികളില്ലാത്തേ ഉള്ളൂ. നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ, നമ്മുടെ UP-ലും ഹരിയാനയിലും ഗുജറാത്തിലും ബീഹാറിലും ഒക്കെ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം ഇതിനപ്പുറത്തെ വണ്ടികൾ കാണാം. ഇത് പിന്നെ കുറച്ച് വൃത്തിയുണ്ട്. അത് വൃത്തി ഇത്രയും പോലും ഉണ്ടാവില്ല. അതാണ് സംഭവം. ഹലോ തായ്ലൻഡ്. അങ്ങനെ നമ്മൾ ക്രാബിയിലെ നമ്മുടെ റെയില് ബീച്ച് പോയിട്ട് തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് 100 മീറ്റർ നടന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല. കബുൻകാ. അതെ, ഈ കബുൻക പറയുന്നതിനകത്തൊരു സംഭവമുണ്ട്. ഈ കബുൻ കാപ്പ് എന്ന് പറയുന്നത് ആണുങ്ങളും കബുൻ ഖാ എന്ന് പറയുന്നത് പെണ്ണുങ്ങളുമാണ്. കാപ്പെന്ന് പറയണം. ഹോട്ടലിൽ നിന്ന് ടവല് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിരുന്നു. മിക്ക ഹോട്ടലുകളും നമ്മൾ താമസിക്കുമ്പോഴത്തേക്കിനും നമുക്ക് ബീച്ചിൽ പോകുമ്പോഴത്തേക്കിനും ടവല് കിട്ടും. വാങ്ങിച്ചാൽ മതി, പൈസ ഒന്നും കൊടുക്കണ്ട. നമ്മൾ തായ്ലൻഡിൽ വരുമ്പോൾ മാത്രം ഉണ്ടാകുന്നൊരു പ്രത്യേക അസുഖമുണ്ട്. എന്താണെന്നറിയോ? നമ്മൾ പകൽ മൊത്തം ഇങ്ങനെ ബീച്ചിലും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടന്ന് കഴിഞ്ഞ് വരുമ്പോഴേ നമുക്ക് വൈകിട്ടാകുമ്പോൾ ഭയങ്കര ക്ഷീണമാവും. അപ്പോൾ ക്ഷീണം മാറ്റായിട്ട് മസാജ് ചെയ്യാൻ പോകേണ്ടി വരും, ഇല്ലേ? അത് തായ്ലൻഡിൽ വരുമ്പോൾ മാത്രമുള്ള ഒരു പ്രത്യേകതരം പ്രശ്നമാണ്. അല്ല, അങ്ങനെയല്ല. എല്ലാ ദിവസവും വൈകിട്ട് തായ്ലൻഡിൽ വന്നു കഴിഞ്ഞാൽ ഒരു മസാജിന് പോകണം. നിങ്ങളെല്ലാവരും പോകണം. ഇവിടെ വരുന്നവരെല്ലാവരും പോകണം. മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ഇത്ര അഫോർഡബിളായിട്ട് നിങ്ങൾ സിംഗപ്പൂരിൽ ഒരു മസാജ് ചെയ്യാൻ എത്ര കൊടുക്കണം? ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഒരു 600 രൂപ 700 രൂപ മുതൽ യു വിൽ ഗെറ്റ് ഓയിൽ മസാജ്. ഫുഡ് മസാജൊക്കെ ചെറിയൊരു 500 രൂപ ആ റേഞ്ചിലൊക്കെ കിട്ടും. ഫ്രണ്ടിൽ തന്നെയാണ്. ഇവിടെ ഞാൻ ഇന്നലെ ഇവിടെ ചെയ്തായിരുന്നു, നമ്മുടെ ഹോട്ടലിലെ താഴെ. ഇവിടെ നല്ല ഹോട്ടലിലെ താഴെ തന്നെ ഇവിടെ. ഞാൻ ഇന്നലെ ഇവിടെ ചെയ്തതാണ്. ഞാൻ ഇന്ന് അവിടെ വരുന്നില്ല. ഞാൻ വേറെ എവിടെയും പൊക്കോളാം. നിങ്ങൾ അവിടെ പൊക്കോ. അപ്പോൾ സീ യു ഗൈസ്. ഞങ്ങൾ റൂമിൽ ചെന്ന് കുളിച്ച് ഫ്രഷായിട്ട് പിന്നെ രാത്രിയിലൊരു മസാജ്, അത് കഴിഞ്ഞിട്ട് ഫുഡ്.